മൗനമുറങ്ങും തന്റെ വിശുദ്ധർ എല്ലാം നിമിഷം. മണ്ണിൽ മൗനമുറങ്ങും തന്റെ വിശുദ്ധർ എല്ലാം നിമിഷം. കാഹളധ്വനിങ്കൽ ചടുചടെ ഉയർത്തിയിടും തിരുമുഖം കാൺമാൻ. ചടുചടെ ഉയർത്തിയിടും തിരുമുഖം കാൺമാൻ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിൻമുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. അപ്പനും അമ്മയും രംഗത്തുനിന്ന് ഡിസപ്പിയർ ചെയ്യും. പിന്നെ ആരാ ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നത്? നിങ്ങളാ. ചില അപ്പനമ്മമാരൊക്കെ പറയാറുണ്ട്, മോളെ നീ അതൊന്നും കേൾക്കണ്ട, നീ ഇഞ്ഞു പോരെ. പറയുന്നത് കേട്ടാൽ തോന്നുന്നു ഈ അപ്പനും അമ്മയും ജീവിതകാലം മുഴുവൻ ഇവരുടെ കൂടെ ഉണ്ടായിരിക്കുന്നു അല്ലേ. എനിക്ക് വളരെ അതിശയം തോന്നിയിട്ടുണ്ട് അങ്ങനെ ചില മാതാപിതാക്കൾ പറയുന്നതിൽ. ഞങ്ങൾ നോക്കിക്കോളാം, കാശുണ്ട്. അപ്പനും അമ്മയും ഒന്നും ജീവിക്കാൻ പോവാണോ? അപ്പനും അമ്മയ്ക്ക് ഇപ്പോൾ 50-60 വയസ്സുണ്ട്. അവരിനി എത്ര നാളുകൂടെ ജീവിക്കും? 10-20 വർഷം കൂടെ ജീവിച്ചെന്നിരിക്കും. അത് കഴിയുമ്പോൾ ഈ പെങ്കൊച്ചെന്ത് ചെയ്യും? ഇവളെ ആര് പ്രൊട്ടക്റ്റ് ചെയ്യും? അതുകൊണ്ട് അങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും ആരും ചെയ്യരുത്. അപ്പനും അമ്മയും അല്ല നിങ്ങളെ നോക്കേണ്ടത്. വിവാഹം കഴിഞ്ഞാൽ കുടുംബമായി നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം. ആ ബന്ധം ശക്തമാക്കുവാൻ എല്ലാ പരിശ്രമവും നിങ്ങൾ ചെയ്യണം. അപ്പോൾ വിട്ടുപിരിയുക എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ബന്ധത്തിൽ നിന്ന് പുതിയൊരു ബന്ധത്തിലേക്ക് നിങ്ങൾ മാറുകയാണ്. സ്വിച്ച് യുവർ പ്രൈമറി അലീജിയൻസ് ടു യുവർ സ്പൗസ്. നിങ്ങളുടെ ഭാര്യയോട്, ഭർത്താവിനോട് നേരത്തെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളുമായിട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന ആ ബന്ധത്തിൻ്റെ പ്രാധാന്യം അതിൽ നിന്ന് സ്വിച്ച് ചെയ്തിട്ട് പുതിയൊരു ബന്ധത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇത് എല്ലാ മാതാപിതാക്കളും വിവാഹിതരാകുന്നവരും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അനേക പ്രശ്നങ്ങൾ, അനേക പ്രയാസങ്ങൾ ഒഴിവാക്കാമായിരുന്നു. പല ഉദാഹരണങ്ങളൊക്കെ പറയാൻ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. ഞാനിപ്പോൾ അത് പറയാൻ സമയമെടുക്കുന്നില്ല. കാരണം നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പല കുടുംബങ്ങളുടെ കാര്യം അറിയാം. കഷ്ടപ്പെടുന്ന അനേക ഭാര്യാഭർത്താക്കന്മാരുടെ കാര്യം അറിയാം. അപ്പനമ്മമാരുടെ കാര്യവും അറിയാം. അങ്ങനൊന്നും ഞാൻ ഉദാഹരണമൊന്നും പറയുന്നില്ല. അങ്ങനൊന്നും വരാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വിട്ടുപിരിഞ്ഞ് അടുത്തായിട്ട് പറയുന്നത് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. അവർ ശാരീരികമായി ഏകദേഹമായി തീരുമെന്ന് മാത്രമല്ല, എ ന്യൂ പെർമനന്റ് യൂണിയൻ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ദീസ് ടു പീപ്പിൾ. ഭാര്യയും ഭർത്താവും തമ്മിൽ ഇനി ഒരിക്കലും പിരിയാൻ കഴിയാത്ത പുതിയ ഒരു ബന്ധം സംജാതമാവുകയാണ്. അതിനി പിരിക്കാനായിട്ട് സാധിക്കുകയില്ല. ശാരീരികമായി ഇവർ ഒന്നാകുന്നു എന്ന് മാത്രമല്ല, മാനസികമായും ആത്മീക നിലയിലും അവരൊരുമിച്ച് നിൽക്കുന്ന ഒരു യൂണിറ്റായിട്ട് തീരുകയാണ്. അങ്ങനെ സന്തോഷത്തോടെ മാതാപിതാക്കളെ സ്നേഹിക്കണം, കരുതണം. അതേസമയം അവരുടെ നിയന്ത്രണത്തിൽ തുറന്ന് ജീവിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ തീരുമാനം ചെയ്ത് നിങ്ങളുടെ കുടുംബജീവിതത്തെ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ വിവാഹം കഴിച്ചവരുടെ സ്ലോഗൻ എന്തായിരിക്കണം എന്നറിയാമോ? ഹെൽത്ത് ഓഫ് അവർ ഫാമിലി ലൈഫ്, വി വിൽ പ്രൊട്ടക്റ്റ് ഇറ്റ് ഓൾ ദ ടൈം. ഞങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ ആരോഗ്യം ഞങ്ങളെപ്പോഴും സൂക്ഷിക്കും. അതിന്
ആരും തടസ്സം വരുത്താനായിട്ട് പാടില്ല. ഇനി ഭർത്താക്കന്മാരോട് ഒരു കാര്യം പറയട്ടെ. ഈ ഭാര്യമാരെക്കുറിച്ച് പല കുറ്റങ്ങൾ ഭർത്താക്കന്മാരുടെ അമ്മമാർ ഭർത്താക്കന്മാരോട് പറയും. നമ്മുടെ സമൂഹത്തിലുള്ള ഒരു കാര്യമാണ്. അവൾ എന്നോട് അങ്ങനെ പറഞ്ഞു, അവൾ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു. ഇതെല്ലാം കൂടെ കേട്ട് ഭർത്താവ് ചൂടാകല്ല. അമ്മ, ആഹാ, നീ അമ്മയോട് അങ്ങനെ പറഞ്ഞോ? ഒരു കാര്യം ഭർത്താക്കന്മാർ ഓർക്കേണ്ടത്, നിങ്ങളുടെ ഭാര്യമാർ അവരുടെ അപ്പൻ്റെയും അമ്മയുടെയും തണലിൽ നിന്ന് ആ സെക്യൂരിറ്റി വിട്ട് നിങ്ങളെ മാത്രം നോക്കി നിങ്ങളിൽ ആശ്രയിച്ച് വന്നിരിക്കുകയാണ്. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ്. നിങ്ങളും കൂടെ നിങ്ങളുടെ ഭാര്യയ്ക്കെതിരായാൽ പിന്നെ ഈ ലോകത്തിൽ അവളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. കാരണം അവൾ അവളുടെ അപ്പനെയും അമ്മയും വിട്ടു, കല്യാണം കഴിച്ചപ്പോൾ വിട്ടു. പിന്നെ അവൾക്കാകെയുള്ളത് നിങ്ങളാണ്. നിങ്ങളും കൂടെ അമ്മയുടെ ഭാഗം ചേർന്ന് അവൾക്കെതിരെ നിന്നാൽ അവളെ പിന്നെ സഹായിക്കാൻ ലോകത്തിൽ ആരുമില്ല. അതുകൊണ്ട് നെവർ ടേക്ക് യുവർ മദേഴ്സ് സൈഡ് എഗൻസ്റ്റ് യുവർ വൈഫ്. നിൻ്റെ ഭാര്യയ്ക്കെതിരെ നിൻ്റെ അമ്മയുടെ പക്ഷം നീ ഒരിക്കലും പിടിക്കരുത്. എന്നാൽ ഭാര്യ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ അത് അനുകൂലിക്കണമെന്നല്ല ഈ പറയുന്നത്. ഇപ്പോൾ ഭാര്യ അമ്മയോട് അപമര്യാദയായിട്ട് സംസാരിച്ചെന്ന് വിചാരിക്കുക, അത് സ്നേഹമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം. അമ്മയോട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല, നമ്മുടെ അമ്മയല്ലേ, അമ്മ ചിലപ്പോൾ പ്രായമുള്ള സ്ത്രീയല്ല, അതും ഇതൊക്കെ പറഞ്ഞിരിക്കും, നീ ഇത് മൈൻഡ് ചെയ്യാൻ പോകണ്ട. അത് ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കണം, ഭാര്യയുടെ തെറ്റ് തിരുത്തണം. പക്ഷേ ഒരിക്കലും ഭാര്യയ്ക്കെതിരായൊരു സ്റ്റാൻഡ് ഭർത്താവ് എടുക്കാൻ പാടില്ല. കാരണം ഭാര്യയ്ക്കെതിരായൊരു സ്റ്റാൻഡ് ഭർത്താവ് എടുത്താൽ ഈ ലോകത്തിൽ അവളുടെ കൂടെ നിൽക്കാൻ വേറെ ആരുമില്ല. അതുകൊണ്ട് ഭർത്താവ് എപ്പോഴും ഭാര്യയുടെ കൂടെ നിൽക്കണം. ഭാര്യയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തുകയും പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യണം. പക്ഷേ ഭാര്യയുടെ ശത്രുവായിട്ട് അമ്മ തീർന്നെന്ന് വരാം, പക്ഷേ ഭാര്യയുടെ ശത്രുവായിട്ട് ഭർത്താവ് ഒരിക്കലും തീരാനായിട്ട് പാടില്ല. ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല കുടുംബജീവൻ നയിക്കാനായിട്ട് സാധിക്കും. അപ്പനെ അമ്മയെ സ്നേഹിക്കണം, കരുതണം, അത്യാവശ്യമുള്ളപ്പോൾ പോകണം, നിങ്ങളുടെ സ്നേഹം ഉറപ്പിച്ചു കൊടുക്കണം, അവരെ ഉപേക്ഷിക്കല്ല. അറ്റ് ദ സെയിം ടൈം അവരുടെ നിയന്ത്രണത്തിൽ ജീവിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതം കെട്ടിപ്പണിയാനായിട്ട് ശ്രമിക്കണം. മാതാപിതാക്കളും വിവാഹം കഴിഞ്ഞാൽ മക്കളെ അവരുടെ വഴിക്ക് വിടണം. ഗുരുതരമായ എന്തെങ്കിലും ആപത്തിൽ അവർ അകപ്പെടുമെന്ന് വന്നാൽ നിങ്ങൾക്കത് കറക്റ്റ് ചെയ്യാം എന്നുള്ളതൊഴിച്ചാൽ അനുദിന ജീവിതത്തിലെ സാധാരണ കാര്യങ്ങളിൽ ഇടപെടാനായിട്ട് പാടില്ല. അവരുടെ വഴിക്ക് അവരെ വിടണം. അവരെന്തെങ്കിലും ഉപദേശം ചോദിച്ചാൽ നിങ്ങൾക്ക് ഉപദേശം കൊടുക്കാം. അതല്ലാതെ അനുദിന ജീവിതത്തിൽ അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അവരുടെ ജീവിതം ദുഷ്കരമാകുവാൻ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. ഞാൻ അത്രയും പറഞ്ഞ് ആ ഭാഗം അങ്ങ് വിടുക. ഇനി കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പാരൻറ്റിങ് എന്നുള്ളത്. അത് വളരെ വലിയൊരു വിഷയമാണ്. പെട്ടെന്ന് ഇപ്പം 15-20 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് തീർക്കാൻ ഒക്കുന്നൊരു വിഷയമല്ല. എന്നാൽ ചില പ്രധാനപ്പെട്ട പ്രമാണങ്ങൾ മാത്രം ഒന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആ പ്രമാണങ്ങൾ നിങ്ങൾ പാലിക്കുകയും അനുസരിക്കുകയൊക്കെ ചെയ്യുമെങ്കിൽ നിങ്ങൾക്കത് നന്മയായിട്ട് വരും. മക്കൾ യഹോവ നൽകുന്നതാണ്. തിരുവെഴുത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ആ കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 30-ൻ്റെ 1-2 വാക്യങ്ങൾ. ജെനസിസ് 30:1-2. താൻ യാക്കോബിന് മക്കളെ പ്രസവിക്കുന്നില്ല എന്ന് റാഹേൽ കണ്ട് തൻ്റെ സഹോദരിയോട് അസൂയപ്പെട്ടു. യാക്കോബിനോട് എനിക്ക് മക്കളെ തരണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബിന് റാഹേലിനോട് കോപം ജ്വലിച്ചു. നിനക്ക് ഗർഭഫലം തരാതിരിക്കുന്ന ദൈവത്തിൻ്റെ സ്ഥാനത്തോ ഞാൻ എന്ന് പറഞ്ഞു. യാക്കോബ് ചോദിക്കുകയാണ്, നിനക്ക് ഗർഭഫലം തരാതിരിക്കാൻ ഞാൻ എന്നാ ദൈവമാണോ? എൻ്റെ അർത്ഥം എന്താ? ദൈവമാണ് ഗർഭഫലം തരുന്നതും തരാതിരിക്കുന്നതും. നമുക്കറിയാം, വിവാഹം കഴിച്ചതുകൊണ്ടോ ഒരു പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതുകൊണ്ടോ മക്കൾ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. കല്യാണം കഴിച്ച എത്ര പേർക്ക് മക്കളില്ല, അല്ലേ? അപ്പോൾ
കല്യാണം കഴിച്ചുകൊണ്ട് മക്കളുണ്ടാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. ദൈവം തന്നാലേ മക്കളുണ്ടാവുള്ളൂ. സ്ത്രീയും പുരുഷനും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് മക്കളുണ്ടാകണമെന്ന് നിർബന്ധമില്ല. ദൈവം തന്നാലേ മക്കളുണ്ടാവുള്ളൂ. അത് നമ്മൾ പ്രത്യേകം ഓർക്കണം. മക്കൾ യഹോവ നൽകുന്നതാണ്. യാക്കോബ് പറഞ്ഞതും അത് തന്നെയാണ്. 127 സങ്കീർത്തനം 3-ാം വാക്യം നോക്കിയേ. 127 സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം. അവിടെ വായിക്കുന്നത്, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. മക്കൾ യഹോവ നൽകുന്ന. അപ്പോൾ മക്കളെ നൽകുന്നത് യഹോവയാണ്. വിവാഹം കഴിച്ചുകൊണ്ട് മക്കളുണ്ടാകണമെന്ന് നിർബന്ധമില്ല. വിവാഹം കഴിച്ചാലും ദൈവം തരുന്നില്ലെങ്കിൽ നമുക്ക് മക്കളുണ്ടാകുകയില്ല. എന്തെല്ലാം മറ്റു മാർഗങ്ങൾ നാം നോക്കിയാലും ദൈവം തരുന്നില്ലെങ്കിൽ നമുക്ക് മക്കളുണ്ടാകുകയില്ല. അപ്പം നമ്മൾ ഓർക്കണം, മക്കളെ ദൈവമാണ് നമുക്ക് തരുന്നത്. അവർ ദൈവത്തിൻ്റെ വകയാണ്. കുറച്ച് നാൾ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ നിവർത്തിക്കുന്ന ആളുകളായി അവർ ജീവിക്കാൻ ട്രെയിൻ ചെയ്യാൻ ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ദൈവം കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നു. 139 സങ്കീർത്തനം ഇപ്പം നമ്മളെടുത്ത് വായിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്നൊരു സങ്കീർത്തനം. അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഓരോ ശിശുവും ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ കണ്ണ് സൂക്ഷ്മമായി അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഭൂമിയുടെ അന്തർഭാഗങ്ങളിൽ അല്ലെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകുമ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ, ഒന്നുമില്ലാതിരുന്നപ്പോൾ എന്നെക്കുറിച്ച് നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. 139 സങ്കീർത്തനം വായിച്ചു നോക്കണം. അവിടെ ദാവീദ് വിവരിക്കുക, ഓരോ ശിശു ഉണ്ടാകുമ്പോഴും ദൈവം പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കുകയാണ് ആ ശിശുവിനെ. ഓരോ കുഞ്ഞിനെയും ദൈവമാണ് രൂപകൽപ്പന ചെയ്ത് സൃഷ്ടിച്ച് ലോകത്തിലേക്ക് വിടുന്നത്. അപ്പോൾ മക്കൾ ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ടവരാണ്. ദൈവമാണ് മക്കളെ തരുന്നത്. എന്തിനാണ് തരുന്നത്? ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി. രാവിലെ നമ്മൾ പറഞ്ഞല്ലോ, മനുഷ്യ സൃഷ്ടിയുടെ ഉദ്ദേശം എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവത്തെ പ്രസാദിപ്പിച്ച്, ദൈവത്തെ ആരാധിച്ച്, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുക. അതാണ് മനുഷ്യ സൃഷ്ടിയുടെ ഉദ്ദേശം. അതിനുവേണ്ടി ദൈവം ലോകത്തിലേക്ക് ആളുകളെ വിടുക. Each child is unique and special in the plan and sight of God. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഓരോ കുഞ്ഞും വിലപ്പെട്ടവരാണ്. അങ്ങനെ ദൈവം കുഞ്ഞുങ്ങളെ വിടുമ്പോൾ അവരെ ട്രെയിൻ ചെയ്യാൻ, അവരെ പരിശീലിപ്പിക്കാൻ, ദൈവത്തെ സ്നേഹിക്കുന്നവരായി, ദൈവവഴിയിൽ നടക്കുന്നവരായി അവരെ പരിശീലിപ്പിക്കാൻ കുറച്ച് നാളത്തേക്ക് നമ്മളെ ഏൽപ്പിക്കുക. എത്ര നാളത്തേക്ക്? 15 വർഷം അല്ലേ, 20 വർഷം, അത്രയേ ഉള്ളൂ. ചുരുങ്ങിയ കാലയളവ് ദൈവം അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുക. അതിൽ ആദ്യത്തെ ഒരു 7 വർഷങ്ങൾ, ഒരു പക്ഷേ 7-ൽ താഴെ വർഷങ്ങൾ എന്ന് പറയുന്നതായിരിക്കും ശരി, ഫോർമേറ്റീവ് ഇയേഴ്സാണ്. അതായത് കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപവൽക്കരണം നടക്കുന്ന വർഷങ്ങളാണ്. അവർ കൊച്ചായിരിക്കുമ്പോൾ, വലുതായി കഴിഞ്ഞല്ല ആളുടെ പേഴ്സണാലിറ്റി രൂപപ്പെടുന്നത്. ചെറുതായിരിക്കുമ്പോൾ തന്നെ, വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ അവരുടെ പേഴ്സണാലിറ്റി മോൾഡ് ചെയ്യപ്പെടുകയാണ്. ആ വർഷങ്ങൾ വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് അമ്മമാർ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കൂടെ ആ പ്രായത്തിൽ സമയം ചെലവഴിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവരെ പ്രത്യേകം കരുതണമെന്ന് പറയുന്നത്. അവരുടെ പേഴ്സണാലിറ്റി മോൾഡഡ് ആകുന്നത് കുടുംബത്തിനുള്ളിലാണ്. 4 ചുവരിൻ്റെ ഉള്ളിലാണ് അവരുടെ വ്യക്തിത്വം മോൾഡഡ് ആകുന്നത്. അവർ പുറത്തോട്ട് സ്കൂളിലോട്ടൊക്കെ പിന്നെയാണ് പോകുന്നത്. അതിനെല്ലാം മുമ്പ് കുടുംബത്തിലാണ് അവരുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത്. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ് ദൈവത്തിന് വേണ്ടി ഇവരെ വളർത്താൻ. നിങ്ങൾ ഓർക്കുന്നില്ലേ, മോശയെ ആ ഞാങ്ങണപ്പെട്ടകത്തിൽ ആ വെള്ളത്തിൽ വെച്ചപ്പോൾ ഉണ്ടായ സംഭവം നിങ്ങൾക്കറിയാം. രാജകുമാരി അവിടെ വന്നു. ആ രാജകുമാരി മോശയുടെ അമ്മയോട് പറയുകയാണ്, എന്താ, നേഴ്സ് ദിസ് ചൈൽഡ് ഫോർ മീ ആൻഡ് ഐ വിൽ പേ യു. ഈ കുഞ്ഞിനെ നീ എനിക്ക് വേണ്ടി മുല കൊടുത്ത് വളർത്തണം, ഞാൻ നിനക്ക് ശമ്പളം തരാം. ഒരർത്ഥത്തിൽ ദൈവം നമ്മളോട് പറയുന്നു അതാ. ദൈവം കൊച്ചിനെ നമ്മുടെ തന്നിട്ട് പറയാണ്, ഈ കൊച്ചിനെ എനിക്ക് വേണ്ടി നീ വളർത്തണം.
അതാണ് നമ്മുടെ ജോലി. ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ അല്ല, ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെയാണ്. അതിൻ്റെ തെളിവെന്താണെന്നറിയാമോ? ഈ കുഞ്ഞുങ്ങളെ തിരിച്ചെടുക്കുന്നതിന് മുമ്പ് ദൈവം നമ്മളോട് ആരോടും അനുവാദം ചോദിക്കുകയില്ല. നമ്മുടെയൊക്കെ ചില മക്കളെ ദൈവം ചെറുപ്പത്തിൽ എടുക്കാറുണ്ടല്ലേ, 3 വയസ്സ് 4 വയസ്സ് 5 വയസ്സൊക്കെ ഉള്ളപ്പോൾ ചില പിള്ളേരെ എടുക്കും. നിങ്ങളോട് ചോദിച്ചോ എടുത്തോട്ടെ എന്ന്? ചോദിച്ചോ? അപ്പനോട് ചോദിച്ചോ നിൻ്റെ കുഞ്ഞിനെ ഞാൻ എടുത്തോട്ടെ എന്ന്? ചോദിച്ചില്ല. അമ്മയോട് ചോദിച്ചില്ല. അതെന്താ ചോദിക്കാത്തെ? നമ്മുടെയാണ് ചോദിക്കണ്ടേ. ഇപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു പേന എനിക്ക് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? വന്ന് പേന തട്ടിപ്പറിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, ആ പേന ഒന്ന് തരാമെന്ന് ചോദിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ പേന തരും. അതെന്താ ചോദിക്കുന്നത്? അത് എൻ്റെ അല്ലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. എൻ്റെ പേന എടുക്കാൻ ഞാൻ നിങ്ങളോട് ചോദിക്കുമോ? ഞാൻ ഈ പേന ഒന്ന് എടുത്തോട്ടെ എന്ന് ഞാൻ ചോദിക്കുമോ? ചോദിക്കുകയല്ല. എന്തുകൊണ്ടാണ്? എൻ്റെ അല്ലാത്തതിനാണ് ചോദിക്കുന്നത്. ചോദിക്കാത്തത് എൻ്റെ ആണെന്ന അർത്ഥം. നമ്മുടെ മക്കളെ തിരിച്ചെടുക്കുന്നതിന് മുമ്പ് നമ്മളോട് ആരോടും അനുവാദം ചോദിക്കുകയില്ല. ഞാൻ എടുത്തോട്ടെ കൊച്ചിനെ എന്ന് ചോദിക്കുകയില്ല. എന്താ ചോദിക്കാത്തത്? നമ്മുടെ അല്ല, അതുകൊണ്ടാണ് ചോദിക്കാത്തത്. നമ്മുടെ ആരെന്നെ ചോദിച്ചേനെ? ദൈവത്തിൻ്റെയാ. തൽക്കാലം നമ്മുടെ ഈ തന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മളോട് അനുവാദം ചോദിക്കാത്തത്. ഏത് സമയത്ത് ഏത് മക്കളെയും തിരിച്ചെടുക്കാൻ ദൈവത്തിന് അവകാശമുണ്ട്. കാരണം അവരെ ദൈവം തന്നതാണ്. തൽക്കാലം സൂക്ഷിക്കാൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുക, അവരെ ട്രെയിൻ ചെയ്യാൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുക. നമുക്കൊന്ന് വായിച്ചു നോക്കാം. സദൃശവാക്യം 22 6 വാക്യം, 22:6. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവന് വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ട്രെയിൻ അപ്പ് എ ചൈൽഡ് ഇൻ ദ വേ ഹീ ഷുഡ് ഗോ. ബാലൻ നടക്കുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാന്നല്ല, പിന്നെ നടക്കേണ്ടുന്ന വഴിയിൽ. ഏത് വഴിയിൽ നടക്കണമോ അതെങ്ങനെ അറിയാം? ബാലൻ ഏത് വഴിയിലാണ് നടക്കേണ്ടത് എങ്ങനെ അറിയാം? വേദപുസ്തകത്തിലുണ്ട് എങ്ങനെയാണ് നടക്കേണ്ടതെന്ന്. പിള്ളേർ മക്കളെ ഏത് വഴിയിലാണ് വളർത്തേണ്ടത്, അവരോട് എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്, അവരെ ഏത് നിലയിൽ വളർത്തണം, ഇതെല്ലാം വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് നടക്കേണ്ടുന്ന വഴി. ആ നടക്കേണ്ടുന്ന വഴിയിൽ അവരെ അഭ്യസിപ്പിക്കണം, ട്രെയിൻ ചെയ്യണം. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നാച്ചുറലി എല്ലാ മനുഷ്യരും പാപികളാണ്. നമ്മുടെ മക്കളും പാപികളാണ്. പാപ സ്വഭാവത്തോടു കൂടിയാണ് അവർ ഈ ലോകത്തിൽ ജനിച്ചു വീഴുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായി അവരിൽ നിന്ന് വരുന്നത് പാപകരമായ കാര്യങ്ങളെ വരൂ. കാരണം അവർ പാപികളാണ്. അവർ പാപികളായതുകൊണ്ട് സ്വാഭാവികമായി അവരിൽ നിന്ന് വരുന്നത് ദേഷ്യവും സ്വാർത്ഥതയും പിണക്കവും നുണയും ഒക്കെ ആയിരിക്കും. നാം ട്രെയിൻ ചെയ്താലേ അവരിൽ നിന്ന് നല്ലത് വരുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടത്. വചനം പറയാണ് ട്രെയിൻ അപ്പ് എ ചൈൽഡ്, കുഞ്ഞിനെ അഭ്യസിപ്പിക്കണം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം, ഇതിപ്പോൾ നമ്മൾ വായിച്ച പഴയ നിയമമാണ്. ഇനി പുതിയ നിയമം നോക്കിക്കേ. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. പുതിയ നിയമത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവീൻ. മക്കളെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും നല്ല ഉപദേശത്തിലും സത്യ ഉപദേശത്തിലും പോറ്റി വളർത്തണം. ട്രെയിൻ അപ്പ് എ ചൈൽഡ്. അപ്പോൾ മാതാപിതാക്കന്മാർക്ക്, ഇവിടെ പിതാക്കന്മാരെ എന്ന് വിളിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പിതാക്കന്മാരാണല്ലോ കുടുംബത്തിൻ്റെ ഹെഡ്. അപ്പോൾ ചുമതല പിതാക്കന്മാരുടെയാണ്. എന്നാൽ മാതാപിതാക്കൾക്കും പങ്കുണ്ടെന്ന് നമുക്കറിയാം. മാതാപിതാക്കളോട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ മക്കളെ നടക്കേണ്ടുന്ന വഴി എന്താണെന്ന് വചനത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ശരിയായ ഉപദേശത്തിൽ ശരിയായ മാർഗത്തിൽ നിങ്ങളുടെ മക്കളെ ട്രെയിനപ്പ് ചെയ്യണം. ഇത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശമാണ്. അതിൽ നിന്ന് നമ്മൾ ഒരിക്കലും പുറകോട്ട് പോകാൻ പാടില്ല. മറ്റ് കാര്യങ്ങളുടെ പിന്നാലെയുള്ള നമ്മുടെ പരക്കം പാച്ചിലിൽ നമുക്കിത് സാധിക്കാതെ പോയി എന്ന് ഒരിക്കലും വരാൻ പാടില്ല. ജോലിക്കായുള്ള ബന്ധപ്പാട്, ജോലിക്ക് വേണ്ടി വേറെ സ്ഥലത്ത് പോയി താമസിച്ചത്, അതൊന്നും ദൈവസന്നിധിയിൽ എക്സ്ക്യൂസ് അല്ല. എൻ്റെ ജോലി അങ്ങായിരുന്നുകൊണ്ട് കൊച്ചിൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയില്ല, അങ്ങനെ ഒരു എക്സ്ക്യൂസ് ദൈവസന്നിധിയിൽ അക്സെപ്റ്റബിൾ അല്ല. മനുഷ്യൻ്റെ മുമ്പിൽ സമ്മതിച്ചു, ആളുകളൊക്കെ പറയാം ഓക്കെ, ദൈവം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എക്സ്ക്യൂസ് അല്ല അത്.
നിനക്ക് ദൈവം കൊച്ചിനെ തന്നെങ്കിൽ കൊച്ചിനെ ട്രെയിനപ്പ് ചെയ്യണം. അപ്പോൾ കൊച്ചിൻ്റെ കൂടെ സമയം ചെലവഴിക്കണം, ആത്മീയ കാര്യങ്ങൾ സഹായിക്കണം, പല നിലകളിൽ സഹായിക്കണം. ഇവിടെ എങ്ങനെ വളർത്തണമെന്നും പറഞ്ഞിട്ടുണ്ട്, അത് ശ്രദ്ധിക്കണം. ഈ വേദപുസ്തകം വളരെ പ്രാക്ടിക്കലാണെന്ന് ഞാൻ മുമ്പ് പല പ്രാവശ്യം പറഞ്ഞല്ലോ. ഇവിടെ വേറൊരു തെളിവ് എന്താണെന്നറിയാമോ? മക്കളെ കോപിപ്പിക്കാതെ വളർത്തണം. ഡു നോട്ട് പ്രൊവോക്ക് യുവർ ചിൽഡ്രൻ ടു ആങ്കർ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ചില മാതാപിതാക്കൾ മക്കളെ ദേഷ്യം പിടിപ്പിക്കും, ശുണ്ട് പിടിപ്പിക്കും. അങ്ങനെ ശുണ്ട് പിടിപ്പിക്കല്ലേ. മക്കളെ ദേഷ്യപ്പെടുത്തരുത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, രാവിലെ കൊച്ച് ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ കഴിച്ചുകൊണ്ടിരുന്നപ്പം ശ്രദ്ധിക്കാതെ കൈ തട്ടി ചായക്കപ്പ് താഴെ പോയി, കപ്പ് പൊട്ടി. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ ബജറ്റിൽ കപ്പിന് വില കൂടിയ കാര്യവും എത്ര കഷ്ടപ്പെട്ടാണ് ഈ കപ്പ് മേടിച്ചതെന്നുള്ള കാര്യവും അരമണിക്കൂർ ഒരു ലെക്ചർ നടത്തി കൊച്ചിനോട്. വഴക്കൊക്കെ പറഞ്ഞ് കപ്പ് പൊട്ടിച്ചതിന്. കുറച്ച് കഴിഞ്ഞപ്പോൾ കൊച്ച് 10 മണിയായപ്പോൾ കൊച്ച് വെള്ളം കുടിക്കാൻ വന്ന്. മമ്മി ഒരു ഗ്ലാസ് വെള്ളം തന്നേ. സൂക്ഷിച്ച് പിടിച്ചോണേ, രാവിലെ ഒരെണ്ണം പൊട്ടിച്ച് വെച്ചിരിക്കുക, ഗ്ലാസ് മുറുക്കെ പിടിച്ചേ. ഉച്ചയ്ക്ക് ചോറിനാ നേരത്തെ ആ ഗ്ലാസ് അങ്ങോട്ടൊന്ന് മാറ്റി വെച്ചേ. രാവിലെ ഒരെണ്ണം പൊട്ടിച്ചാ, നീക്കി വെക്ക്. 4 മണിക്ക് ചായ കുടി, നിനക്ക് സ്റ്റീൽ ഗ്ലാസ്സിലേ ഞാൻ തരുന്നുള്ളൂ, രാവിലെ ഒരെണ്ണം പൊട്ടിച്ച് വെച്ചിരിക്കുക. ഇങ്ങനെ പറയല്ലേ. ഇങ്ങനെ പറയുന്ന അമ്മമാരുണ്ട്. ഒരു കപ്പ് പൊട്ടിച്ചതിനാണ് ഇത്രയും മനപ്രയാസം. അപ്പോൾ ഇത് പിള്ളേരെ പിള്ളേർ വിചാരിക്കും എൻ്റെ അമ്മയ്ക്ക് എന്താ കുഴപ്പം, വാട്ട്സ് റോങ് വിത്ത് മൈ മദർ. ഒരു കപ്പ് പൊട്ടിച്ചതിന് അടുത്ത 6 മാസം ഇതായിരിക്കും വിഷയം. എല്ലാ ദിവസവും കപ്പ് പൊട്ടിച്ച കാര്യം പറയാം. അത് ചെയ്യരുത്. രാവിലെ അശ്രദ്ധയായി കപ്പ് പൊട്ടിച്ചെങ്കിൽ അതിന് വഴക്ക് പറഞ്ഞോണം, അതോടെ നിർത്തിക്കോണം. പിന്നെ ആ കാര്യം പറയല്ലേ. രാവിലെ അശ്രദ്ധയായിട്ട് പെരുമാറി അതിന് വഴക്ക് പറഞ്ഞു, ഇനി അങ്ങനെ ചെയ്യലെന്നൊക്കെ പറഞ്ഞു, അതോടെ നിർത്തിക്കോണം. എല്ലാ ദിവസവും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ചില അമ്മമാർ വിചാരിക്കുന്നത് ഒച്ചയെടുത്താൽ പിള്ളേർ കേൾക്കുമെന്നാണ്. ഒച്ച ഇങ്ങനെ കൂട്ടി പറഞ്ഞുകൊണ്ടിരിക്കും. അമ്മമാർ ഒച്ച കൂട്ടി പറയല്ലേ. കൂട്ടി പറഞ്ഞുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. നിങ്ങൾ ഒച്ച കൂട്ടിയ കൊച്ചു വിചാരിക്കുക അമ്മയ്ക്ക് എത്ര ഒച്ചയുണ്ടെന്ന് നോക്കട്ടെന്ന്. അതുകൊണ്ട് ഷൗട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. പറയുന്നത് സീരിയസ് ആയിട്ട് പറയണം, പക്ഷേ ഷൗട്ട് ചെയ്യരുത്. പിന്നെ നാഗ് ചെയ്യരുത്. നാഗ് ചെയ്യുക പറഞ്ഞാൽ ഒരേ കാര്യം പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. അതൊക്കെ പിള്ളേരെ ഡിസ്കറേജ് ചെയ്യും, പിള്ളേരെ അധൈര്യപ്പെടുത്തും, പിള്ളേരെ കോപിപ്പിക്കും. അപ്പോൾ വേദപുസ്തകത്തിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിള്ളേരെ നേരായ വഴി നടത്തണമെന്ന് മാത്രമല്ല, പിന്നെ കോപിപ്പിക്കാതെ വേണം പിള്ളേരെ വളർത്താൻ. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കളോട് ദൈവം പറയുമ്പോൾ മക്കളോട് പറയേണ്ട കാര്യം അവിടെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കളോട് ദൈവം പറയുന്നതെന്ന് ശ്രദ്ധിച്ചേ. അതിൻ്റെ 5-ാം വാക്യം, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. അപ്പോൾ ആദ്യം അപ്പനോടും അമ്മയോടും പറയാണ്, നിങ്ങൾ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം. ദൈവത്തിൻ്റെ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും സംഗ്രഹിച്ചു കൊള്ളണം. അത് കഴിഞ്ഞിട്ടോ, നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അപ്പോൾ ഇവിടെയും ക്ലിയർ ഇൻസ്ട്രക്ഷനാണ്. സദൃശവാക്യത്തെ നമ്മൾ വായിച്ചു, അഭ്യസിപ്പിക്കണം. എഫേസ്യർ 6 വായിച്ചു, പത്യോപദേശത്തിൽ പോറ്റി വളർത്തണം. ആവർത്തന പുസ്തകത്തിൽ ഇസ്രായേലിനോട് പറയുമ്പോഴും പറയാണ്, നീ എൻ്റെ വചനങ്ങൾ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, മക്കൾക്ക് ഇത് ഉപദേശിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഒന്നാമത് നീ ദൈവത്തെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണം. അത് നീ ശ്രദ്ധിച്ചോണം. ദൈവമായ യഹോവയെ നീ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണം. അവൻ്റെ കൽപ്പനകൾ നീ പ്രമാണിക്കണം. എന്നിട്ട് വേണം മക്കളെ ഉപദേശിക്കാൻ. ചില മാതാപിതാക്കൾക്ക് അവർക്ക് ദൈവവഴി നടക്കാനൊന്നും താല്പര്യമില്ല, പക്ഷെ മക്കൾ നന്നായിട്ട് വരണമെന്ന് ആഗ്രഹം. ഞങ്ങളുടെ മക്കളോടൊന്ന് ഉപദേശിക്കണേ, മക്കളെ ഒന്ന് സൺഡേ സ്കൂൾ പഠിപ്പിക്കണേ. നിങ്ങളോ ഞങ്ങളുടെ കാര്യം ഒക്കെ പോക്കാ,
ഞങ്ങൾ യോഗത്തിനും വരികയില്ല, വേദപുസ്തകം വായിക്കുകയില്ല, പ്രാർത്ഥിക്കുകയില്ല. പക്ഷെ ഞങ്ങളുടെ മക്കൾ നന്നായിട്ട് വരണം. അങ്ങനല്ല. നമ്മുടെ മക്കൾ നന്നായിട്ട് വരണമെങ്കിൽ ഒന്നാമത് നമ്മൾ നന്നാകണം. നമ്മൾ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ വചന ഹൃദയത്തിൽ സംഗ്രഹിച്ച് ജീവിക്കണം. എന്നിട്ട് നമ്മുടെ മക്കളെ ഉപദേശിക്കണം. പരനേ, നിന്റെ വരവ് ഏതു സമയം അറിയുന്നില്ല. പരനേ, നിന്റെ വരവ് ഏതു സമയം അറിയുന്നില്ല. എന്നു വരും നീ, എപ്പോൾ വരും നീ, അറിയാത്തതിനാൽ കാത്തിടുന്നേ ഞാൻ. അറിയാത്തതിനാൽ കാത്തിടുന്നേ ഞാൻ. പരനേ, നിന്നെ കാൺമാൻ എനിക്കധികം കൊതി